ഓം ശാന്തി. 5 സ്വരൂപത്തിൻ്റെ അഭ്യാസം. ബാബയുടെ മഹാവാക്യമാണ്, കുട്ടികളെ, മുഴുവൻ ദിവസത്തിലും കുറഞ്ഞത് 5 സെക്കൻഡെങ്കിലും അല്ലെങ്കിൽ 5 മിനിറ്റെങ്കിലും 5 സ്വരൂപത്തിൻ്റെ അഭ്യാസം ചെയ്യും. എന്താണോ ചിന്തിക്കുന്നത് അതിനെ മനസ്സിൽ അനുഭവിക്കൂ. മനസ്സിനെ ബിസിയാക്കി വയ്ക്കൂ. ഇതിലൂടെ മനസ്സ് ആരോഗ്യമുള്ളതും ശക്തിശാലിയുമായി തീരും. വരൂ, നമുക്ക് 5 സ്വരൂപത്തിൻ്റെ അനുഭവം ചെയ്യാം. പരംധാമത്തിൽ ഞാൻ ആത്മനക്ഷത്രം മറ്റെല്ലാ ആത്മാക്കളുടെ കൂടെ ഇരുന്നിട്ടും മറ്റുള്ള ആത്മാക്കളെക്കാളും വേറിട്ടതും വിശേഷപ്പെട്ടതുമാണ്. ഞാൻ ദിവ്യ നക്ഷത്രം പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരമജ്യോതിയായ ബാബയുടെ അടുത്ത്, ബാബയുടെ കുടക്കീഴിൽ എൻ്റെ സമ്പന്നവും സമ്പൂർണവുമായ ബീജരൂപ അവസ്ഥയിൽ ഇരിക്കുകയാണ്. അവിടെ നിന്ന് തേജസ്വിയായ ഞാൻ ആത്മാവ് താഴേക്ക് വരികയാണ്, ദേവലോകത്തിലേക്ക്. ഞാൻ ദേവിയുടെയോ ദേവൻ്റെയോ സ്വരൂപത്തെ ധാരണ ചെയ്യുകയാണ്. എൻ്റെ ദേവരൂപത്തിൽ ഞാൻ എത്ര മനോഹരമാണ്, എത്രമാത്രം ദിവ്യതയാണ് എനിക്കുള്ളത്. ഞാൻ സർവഗുണ സമ്പന്നനാണ്, സമ്പൂർണ്ണ നിർവികാരിയുമാണ്. ഡബിൾ കിരീടധാരിയാണ്, മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയുമാണ്. തൻ്റെ ആദിദേവി ആദിദേവ സ്വരൂപത്തിൻ്റെ സ്ഥിതിയിലിരിക്കും. ഇനി മധ്യകാലത്തിലേക്ക് വരൂ, തൻ്റെ പൂജ്യ സ്വരൂപത്തിലേക്ക്. വളരെ വലിയ ക്ഷേത്രത്തിൽ കമലാസനത്തിലിരിക്കുന്ന ഇഷ്ടദേവനാണ്, ഇഷ്ടദേവിയാണ്. മുന്നിൽ ലക്ഷക്കണക്കിന് ഭക്തർ നിൽക്കുന്നു. അവർ എന്നെ ആരാധിക്കുകയും അർച്ചനകൾ നടത്തുകയും ചെയ്യുന്നു. ഞാൻ ഭക്താത്മാക്കൾക്ക് വരദാനം നൽകുന്നു, അവരെ തൃപ്തിപ്പെടുത്തുന്നു. തൻ്റെ ഇഷ്ടദേവ ദേവീ സ്വരൂപത്തിൽ ഇരിക്കൂ. ഇനി തൻ്റെ ബ്രാഹ്മണ സ്വരൂപത്തിലേക്ക് വരൂ. ബാബ്ദാദയുടെ മുന്നിലിരിക്കൂ. സ്വയം ഭഗവാൻ എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ
മഹിമ പാടുന്നു. ആഹാ, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുകയാണ്. ആരെയാണോ മുഴുവൻ ലോകവും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, ഞാൻ ആ ഭഗവാന്റെ മടിത്തട്ടിൽ ജന്മമെടുത്തിരിക്കുന്നു. ആ ഭഗവാൻ മാതാവിൻ്റെയും പിതാവിൻ്റെയും രൂപത്തിൽ എന്നെ പാലിച്ചു കൊണ്ടിരിക്കുന്നു. ടീച്ചറായി എന്നെ പഠിപ്പിക്കുന്നു. സദ്ഗുരുവിൻ്റെ രൂപത്തിൽ എന്നെ വരദാനങ്ങളാൽ നിറയ്ക്കുന്നു. സ്വയം ഭാഗ്യവിധാതാവ് എൻ്റെ അച്ഛനാണ്. ഞാൻ മുഴുവൻ കൽപ്പത്തിലേക്കുമുള്ള എൻ്റെ ഭാഗ്യം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ആഹാ, എൻ്റെ ഭാഗ്യം! ആഹാ, ആഹാ, എൻ്റെ ബ്രാഹ്മണ സ്വരൂപം! ആഹാ, സ്നേഹം നിറഞ്ഞ ബാബ്ദാദയുടെ ദൃഷ്ടി എന്നെ ഫരിസ്തയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ വിശ്വമംഗളകാരി ഫരിസ്തയായി പറക്കുകയാണ്. മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കൾക്കും പ്രകൃതിക്കും പവിത്രമായ കിരണങ്ങൾ നൽകിക്കൊണ്ട് സുഖശാന്തിയുടെ കിരണങ്ങൾ നൽകിക്കൊണ്ട് സർവരുടെയും മംഗളം ചെയ്തുകൊണ്ട് വിശ്വമാകുന്ന ഗ്ലോബിന് മുകളിൽ നിന്നുകൊണ്ട് ഞാൻ ഫരിസ്ത മുഴുവൻ ഭൂമണ്ഡലത്തിലേക്കും പരമാത്മ കിരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സർവർക്കും സകാശം ശുഭ സന്ദേശവും നൽകുകയാണ്. എല്ലാവർക്കും ശ്രേഷ്ഠമായ വൈബ്രേഷൻ നൽകിക്കൊണ്ട് ഞാൻ ഫരിസ്ത സൂക്ഷ്മവതനത്തിലേക്ക് വരികയാണ്. ബാബ്ദാദയുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ബാബയുടെ ദൃഷ്ടി സ്വീകരിച്ചുകൊണ്ട് പതുക്കെ സൂക്ഷ്മ ശരീരത്തെ ഉപേക്ഷിച്ച് വീണ്ടും ഞാൻ എൻ്റെ അനാദിധാമത്തിൽ പരംധാമത്തിൽ അനാദി ബീജരൂപ അവസ്ഥയിൽ ഇരിക്കുകയാണ്. ഇന്ന് മുഴുവൻ ദിവസവും ഓരോ മണിക്കൂറിലും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും 5 സ്വരൂപത്തിൻ്റെ അഭ്യാസം ചെയ്യൂ. ഓം ശാന്തി.